ഇപ്പോൾ നമ്മുടെ സീസൺ ഏകദേശം തീരാറായെങ്കിലും പക്ഷേ കുറച്ചൊക്കെ തേൻ വീണ്ടും വരുന്നുണ്ട്. അതിനനുസരിച്ച് തേനീച്ചകൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഈ കോളനി ഒന്ന് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് എന്തുമാത്രം തേൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുകയാണ്. നമ്മുടെ ഈ കോളനി തുറക്കുന്ന സമയത്ത് ആദ്യത്തെ തട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഹണി ചാമ്പറാണ് നമ്മൾ തുറക്കുന്നത്. അതിനകത്ത് പക്ഷേ വലിയൊന്നും തേനില്ല. ഇപ്പോൾ ഈ സീസൺ മോശമാകുമ്പം തേനീച്ചകൾ എപ്പോഴും താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും തേൻ വെച്ച് വരുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ടിലെ ഒരുമാതിരിയെങ്കിലും തേൻ കാണത്തുള്ളൂ. കണ്ടില്ലേ ഈ ചെറിയ അട, അങ്ങനെയൊക്കെ അട വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും പ്രകൃതിയിൽ തേൻ കുറച്ചെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് തേനീച്ചകൾ അങ്ങനെ വെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അടകൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബ്രൂട്ട് ചേമ്പറിന്റെ നേരെ മുകളിലിരിക്കുന്ന ഹണി ചാമ്പറാണ്. അതിനകത്ത് കുറച്ചെങ്കിലും തേൻ വരാനാണ് സാധ്യത. അതിനകത്ത് അടകളെല്ലാം നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് നോക്കാം. അതിനനുസരിച്ച് എന്തുമാത്രം തേൻ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ അട എടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വെയിറ്റ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തേൻ ഏകദേശം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. തേനീച്ചകളെ കുറച്ച് മാറ്റാൻ വേണ്ടി നമ്മൾ പതിയെ കൈ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി. തേനീച്ച നമ്മുടെ കൈ വരുന്ന സമയത്ത് പതിയെ പതിയെ മാറി തരുന്നതുകൊണ്ട് തേനീച്ചയ്ക്ക് ഒരു കാരണവശാലും നോവാൻ പാടില്ല. നൊന്താ അവർ പെട്ടെന്ന് നമ്മളെ കുത്തുകയൊക്കെ ചെയ്യും. ആ അടയിലൊക്കെ ഏകദേശം ഒരു 80% തേൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തേനീച്ചകൾ തേൻ വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പഴയതിൻ്റെ അത്രയും വലിയ ശക്തമായ രീതിയിൽ തേനില്ലെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.